ഹലോ ഗായ്സ്. ടേബോ കണ്ടുവരുന്ന വഴിയാണ്. സിനിമയെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയാനില്ല. മമ്മൂട്ടിയുടെ ഒരു ഇടി പൊളി സിനിമ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കറാമേലിങ്ങനെ നോക്കി നടന്നപ്പോഴത്തേക്ക് ഒരു റെസ്റ്റോറൻറ്റ്, ഡാർജിലിംഗ് കഫേ. ഇവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കയറി ചെല്ലുമ്പോൾ നല്ല വൈബൊക്കെയാണ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേക ടൈപ്പ് ഫീലാണ് ഇവിടെ കണ്ടത്. കുറച്ച് കോട്ട്സൊക്കെ അവർ വുഡിലാണ് ഇങ്ങനെ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. ഇത് കണ്ടു ഗൈസ്, നമ്മുടെ കൂർക്കയുടെ കത്തി. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി, ഒരു നോർത്ത് ഈസ്റ്റിൻ്റെ ഫീലൊക്കെ തരുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇത് കണ്ടോ, നമ്മുടെ ബുദ്ധിസ്റ്റിൻ്റെ മറ്റേ പ്രേയർ വീൽസ് അതൊക്കെയുണ്ട്. അതിൻ്റെ ഒരു മിനിയേച്ചറാണ്, അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നിരുന്നിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ മെനുവിൽ നമ്മുടെ ഭൂട്ടാനീസ് ഡിഷ് കണ്ട്, എന്താണ് ഇമാദാച്ചി. അപ്പോൾ അത് ഓർഡർ ചെയ്ത്, പിന്നെ ചോമീൻ ഓർഡർ ചെയ്ത്, പിന്നെ നമ്മൾ ചിക്കൻ മൊമോസ് ഓർഡർ ചെയ്ത്, പിന്നെ തുളസി ടീ, ഇതെല്ലാം കഴിച്ച് അടിപൊളിയാണ്. ഇത് കണ്ടോ, അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പോളി ഗ്യാസ്, അവിടുത്തെ പണ്ട് സമയത്ത് യൂസ് ചെയ്ത സംഭവത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു പ്ലേസാണ്. ഇത് കണ്ടോ, വേറെ ഇതുണ്ടോ, ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമയാണ്. അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് കണ്ടോ, എനിക്കൊന്ന് എംബ്രോയ്ഡറി ചെയ്തൊരു ഒരു കേർട്ടൻ പോലത്തെ ഒരു ബാക്ക് ഡ്രോപ്പാണ്. നല്ല രസം കാണാൻ. ഇത് കണ്ടോ, തൂങ്ങിക്കിടക്കുന്നത്, ഒരു കുട്ടിക്കുരകൻ തൂങ്ങിക്കിടക്കുന്നു. ആഹാ, അങ്ങനെ കുറച്ച് നല്ല രസമായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു എന്താ പറയുന്നത്, ഞങ്ങൾക്ക് തോന്നി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയത്, ചില്ല് വെച്ചാൽ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റി, ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഒരു പ്രത്യേക വൈബാണ്. മൂഡ് ലൈറ്റ്സൊക്കെ അടിപൊളിയാണ്. അവരുടെ ലോക്കൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ലോക്കൽ ടീസും ഹെർബൽ ടീ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ മിക്സ് ഓഫ് മസാലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കാരണം ഇതൊരു പ്രത്യേക ഒരു രസമാണ്. ഇത് കണ്ടോ, ഹാപ്പിനെസ് ബെൽ. ഫുഡ് കഴിച്ച് ഇഷ്ടപ്പെട്ട് അടിക്കുക, അതാണ് മൊത്തത്തിലൊരു. കുറേ കാര്യങ്ങളൊക്കെ കണ്ടോ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ പഴയ അംബാസിഡറിൻ്റെ ബോണറ്റ് എൻജിൻ ബേ എടുത്ത് വെച്ചിട്ട് ഒരു സീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ആരടി ഒരു കുഞ്ഞു പ്രതിമയുണ്ട്, ആരാന്ന് അറിയത്തില്ല, എന്നാലും കാണാൻ രസമുണ്ട്. ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു ചെറിയ സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു തീം ബേസ്ഡ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് കേട്ടോ. ഇതൊരു ബുദ്ധൻ്റെ പെയിൻറ്റിങ് തന്നെ, ഭയങ്കര വലിയൊരു ഫുൾ വേൾഡ് ഒരു പില്ലർ സൈഡാണ്, അതിൽ ഫുൾ ഒരു പെയിൻറ്റിങ് പോലെ രസമുണ്ട് കാണാൻ. കണ്ടോ, സീറ്റിംഗ് ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈൽ സീറ്റിംഗ് ആണ്. എന്താ പറയുന്നത്, ചെയർസ് ഉണ്ട്, വുഡൻ ചെയർസ് ഉണ്ട്, കൗച്ചസ് ഉണ്ട്, ബെഞ്ചുണ്ട്, ചില ഏരിയയിലൊക്കെ ഹൈ ടേബിൾസ് ഉണ്ട്. ഇത് കൊണ്ടോ ഗായ്സ്, തോക്ക്, ഗൺ, അവരുടെ പണ്ടത്തെ വെപ്പൻസൊക്കെയാണെന്ന് തോന്നുന്നു. അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചറായിരിക്കും, ഒറിജിനലാണെന്ന് അറിയത്തില്ല. പിന്നെ അവരുടെ കിച്ചണിൻ്റെ റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, വാഷ്റൂമിലേക്കുള്ള എൻട്രിയാണ്. അവർ മറ്റേ ചാക്കിൻ്റെ ഒരു കർട്ടൻ സ്റ്റൈൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു എത്തനിക് സ്റ്റൈലിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ദ ഫേമസ് ടിബറ്റൻ ഫ്ലാഗ്. അതിൻ്റെ ഇടയിൽ കുറച്ച് പോർട്രേറ്റ്സൊക്കെ ഉണ്ട്. ആരെന്ന് അറിയത്തില്ല, എന്നാലും അവിടുത്തെ ആരെങ്കിലൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പോർട്രേറ്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. കളർ കോമ്പിനേഷനൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഒരു ബ്ലാക്ക് ബാക്ക് ഡ്രോപ്പ് വരുമ്പോഴത്തേക്കാണ്. ഞാൻ പറഞ്ഞില്ല, നല്ലൊരു വൈബാണ് ആ റെസ്റ്റോറൻറ്റ്. ഫുൾ കാണുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്, സീലിംഗ് നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ പല ടൈപ്പ് ഓഫ് സീറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യം തിരക്കൊന്നായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലാണ്. നമ്മളിരുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു നല്ലൊരു ഒരു വൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചില്ലൗട്ട് റിലാക്സ് ചെയ്ത് ഒരു ചായ കുടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. ഓക്കെ, അഡ്രസ്സും കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ഗൂഗിളിൽ ഡാർജിലിംഗ് കഫേ കയറാമെന്ന് അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ടൈം സമയം കിട്ടുമ്പോൾ പോയി എൻജോയ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ.